നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല, നെയ്യാറ്റിൻകര എന്നീ മണ്ഡലങ്ങളിലൂടെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. വികസന തുടർച്ച ആദ്യം യാത്ര ചെയ്യുന്നത് കേരളത്തിന്റെ തെക്കേ അറ്റത്തെ അതിർത്തി ഗ്രാമവും പശ്ചിമഘട്ട മലനിരകളും നെയ്യാറിന്റെ കൈവഴികളും കുന്നുകളും വയലേലകളും നിറഞ്ഞ പ്രകൃതി രമണീയമായ പാറശാല നിയോജക മണ്ഡലത്തിലൂടെയാണ്. തമിഴ് സംസ്കാരവും കേരളീയ പൈതൃകവും ഇഴചേർന്ന ഈ പ്രദേശത്തിന് വർഷങ്ങളായി വികസനം അകലെയായിരുന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ചരിത്രം മാറിമറിയുകയാണ്. പാറശാല വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ സർക്കാർ വരുത്തിയിരിക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും ഗതാഗത മേഖലയിലും വലിയ വികസനങ്ങളാണ് കിഫ്ബി പോലുള്ള പദ്ധതികളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്നത്. കർഷകരെയും വ്യാപാരികളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മറ്റ് വികസന പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ കൂടുതൽ വികസന പദ്ധതികളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷക്കാലം ഈ ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ട് വെറും പദ്ധതി വിഹിതം കൊണ്ട് മാത്രം കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ കിഫ്ബി എന്നുള്ള ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും നമ്മൾ ആദ്യം തുടങ്ങുന്ന ഘട്ടത്തിൽ ചെറിയ എമൗണ്ട് ആയിരുന്നു. ഇന്നിപ്പം 90,000 കോടി രൂപ ഈ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും നമുക്ക് ഇതിൻ്റെ പ്രവൃത്തികൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഇന്നിപ്പം കേന്ദ്ര ഗവൺമെൻറ്റിന് സമാനമായി കേരളത്തിൽ നമുക്ക് ഫണ്ടുകൾ തന്നില്ലെങ്കിലും കേരളത്തിലെ ഈ ഗവൺമെൻറ്റിന് ഇച്ഛാശക്തിയോടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ പദ്ധതിയെ സംബന്ധിച്ച് പ്രതിപക്ഷ കക്ഷികൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും അവരെ മണ്ഡലങ്ങളിലും ഇതേമാതിരി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് പുറത്തിറങ്ങി ഈ ഏജൻസിയെ തള്ളിപ്പറയണം, ഗവൺമെൻറ്റിനെ തള്ളിപ്പറയണം. ഇതിനേക്കാളും ചിലപ്പോൾ ഈ മണ്ഡലങ്ങളിൽ LDFൻ്റെ മണ്ഡലങ്ങളിൽ നടത്തിയതിനേക്കാളും വികസനം ഏറ്റുവാങ്ങി നടത്തിയ മണ്ഡലങ്ങളാണ് കേരളത്തിലെ 140 മണ്ഡലങ്ങളും ഒരേ മാതിരി. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ പാറശാല മണ്ഡലത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പദ്ധതികളാണ്. അതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക നിലയെന്ന് പറയുന്നത് ധനുവച്ചപുരം ITI. കോടിക്കണക്കിന് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് നമ്മളെ ധനുവച്ചപുരം ITI. അതേപോലെ നമ്മുടെ നെയ്യാർ ഡാം സ്കൂള്, ഈ മാരായിമട്ടം സ്കൂള്, ഇതേമാതിരി സ്കൂളുകൾ, ആശുപത്രികൾ. ഇപ്പോൾ നമ്മുടെ നെയ്യാറ്റിൻകര ഇവിടെ പാറശാല താലൂക്ക് ആശുപത്രി, അവിടെ 55 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ടാണ് വലിയ നിലയിൽ എന്ന് വെച്ചാൽ ഒരു ജില്ലാ ആശുപത്രിയെ വെല്ലുന്ന നിലയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇന്നിപ്പം നമ്മുടെ പാറശാല താലൂക്ക് ആശുപത്രിയിൽ നടത്തിക്കൊണ്ട് ഇന്നിപ്പം കഴിഞ്ഞ മാസം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. കുമ്പിച്ചക്കടവ് പാലം, ആ പാലം എന്ന് പറയുന്നത് ഒരു 40-50 വർഷക്കാലം കൊണ്ട് ഒരു പ്രദേശത്തുള്ള ഏകദേശം ഒരു 3000-ഓളം വരുന്ന പാവപ്പെട്ട ആദിവാസികളായിട്ടുള്ള ഒരു വലിയ ജനവിഭാഗം, അവർക്ക് ഇനി കയറാനുള്ള സംവിധാനമില്ല. മഴ പെയ്താൽ അവർക്ക് പിന്നെ അവിടെ ഒന്നേ ഇക്കരെ വന്നവർക്ക് ഇക്കരെ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ അക്കരെ ഉള്ളവർക്ക് ഇക്കരെ വരാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഒരു വലിയ
ജനവിഭാഗം ഒരു 10-40 വർഷക്കാലം കൊണ്ട് വലിയ ദുരിതം അനുഭവിക്കുന്നവർക്ക് നമ്മുടെ ബഹുമാന്യനായ MLA CK അയാൾ ഈ MLA എന്ന് പറയുന്നത് ജനിച്ചു വളർന്നതെന്ന് പറയുന്നത് ഈ അമ്പൂരിയ. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു താല്പര്യം എടുത്തുകൊണ്ട് ഇന്നിപ്പോൾ കേരളത്തിൽ മാത്രം നിൽക്കുന്നതല്ല, ഈ വനമേഖലയാണ്, ഫോറസ്റ്റാണ്. അപ്പോൾ ഇവരെയൊക്കെ ഒരുപാട് ഇടപെടൽ നടത്തി എനിക്ക് തോന്നുന്നു ഒരു 5 പ്രാവശ്യമെങ്കിലും നമ്മുടെ MLA CK ഡൽഹിയിൽ പോയി വിവിധ ഏജൻസികളിൽ നിന്നും നമ്മുടെ ഇതിൻ്റെ സാങ്ഷൻ വാങ്ങിക്കൊണ്ട് ഏകദേശം 25 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് നമ്മുടെ ഈ കുമ്പിച്ചിക്കടവ് പാലം എന്ന് പറയുന്നത് അത് ഇന്നിപ്പം നാട്ടിൽ വലിയ ഒരു ഉത്സവമായി മാറുന്ന നിലയിലാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം. ഇന്നലെയും ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്ന് ഇത് കാണാൻ വരെയാണ്. ഇങ്ങനെ എന്ന് വെച്ചാൽ ഈ നവമാധ്യമത്തിൽ കൂടെ ഈ നന്നായി ഇത് നല്ല പ്രചരണം വന്നിട്ടുണ്ട്. ഇത്തരം എന്ന് വെച്ചാൽ അത് ഏറ്റവും നമ്മുടെ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്ത് പറയാനുള്ള ഒരു വികസനമാണ് ഈ കുമ്പിച്ചിക്കടവ് പാലം എന്നുള്ളത്. അപ്പോൾ അതുതന്നെ നാട്ടിലെ ജനങ്ങൾ, ഈ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. നന്നായി ജനങ്ങൾ ആ മേഖലയിലുള്ള മുഴുവൻ ഈ ആദിവാസികളായിട്ടുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ഈ ഉദ്ഘാടന സമ്മേളനത്തിലടക്കം പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കാനുള്ള ഒരു നല്ല തയ്യാറെടുപ്പ് നടത്തി എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതോടനുബന്ധിച്ച് നമ്മുടെ ഈ മലയോര ഹൈവേ, പാറശാല മുതൽ കള്ളിക്കാട് വരെയുള്ള മലയോര ഹൈവേ, അത് നമുക്ക് വേറെ ഒരു ഫണ്ടും കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതമായിട്ടുള്ള ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കാനുള്ള നടപടി ഉണ്ടായി. അങ്ങനെ കേരളത്തിലെ ആശുപത്രികൾ, നമ്മുടെ ഈ വെള്ളറട ആശുപത്രി അടക്കം, വെള്ളറട ആശുപത്രിക്ക് കോടിക്കണക്കിന് രൂപയാണ് നമ്മളെ ഈ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ കേരളത്തിലെ ആശുപത്രികൾ, അതേപോലെ പാലങ്ങൾ, അതേപോലെ റോഡുകൾ, അതോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് മുഴുവൻ സംവിധാനങ്ങളും കേരളത്തിൻ്റെ വികസനം ഈ 10 വർഷക്കാലം കൊണ്ട് ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയെടുത്ത ഒരു മേഖലയാണ് കിഫ്ബി. വികസന തുടർച്ചയുടെ ഇനിയുള്ള യാത്ര കേരളത്തിന്റെ തെക്കേ മുനമ്പിൽ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ അറബിക്കടലിന്റെ തീരത്ത് നെയ്യാറിന്റെ ഇരുകരകളിലുമായി കിടക്കുന്ന നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലൂടെയാണ്. കേരളത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും തനതായ ഒരിടം അടയാളപ്പെടുത്തിയതാണ് ഈ മണ്ഡലം. സ്വാതന്ത്ര്യ സമരങ്ങളുടെയും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും ഓർമ്മകൾ ഉണർത്തുന്ന ഈ മണ്ണ് കഴിഞ്ഞ 10 വർഷമായി വികസനത്തിന്റെ പുതിയ പാതയിലാണ്. കിഫ്ബി പോലുള്ള പദ്ധതികളിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ വലിയ കുതിച്ചുചാട്ടങ്ങളും ആരോഗ്യ, സാംസ്കാരിക, തൊഴിൽ മേഖലകളിൽ നടപ്പിലാക്കിയ വലിയ വികസന പദ്ധതികളും മണ്ഡലത്തിന്റെ വികസന പാതകളുടെ നേർസാക്ഷ്യങ്ങളാണ്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന പദ്ധതികളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യഥേഷ്ടം ലഭിച്ച ഒരു മണ്ഡലമാണ് നെയ്യാറ്റിൻകര. പ്രത്യേകിച്ച് കിഫ്ബി വഴി ധാരാളം പദ്ധതികൾ നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും കാരോട്, കുളത്തൂർ, ചെങ്കൽ പഞ്ചായത്തുകളിലെ ദീർഘകാലം അനുഭവിച്ചു വരുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കുടിവെള്ള പദ്ധതികൾ, ആ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് കിഫ്ബി വഴിയാണ്. നമുക്കറിയാം, കടലോര മേഖലയായ പൊഴിയൂർ, ആ പൊഴിയൂർ പ്രദേശത്തെ വീടുകളിലെ ഏറ്റവും സാരമായി ബാധിച്ചുകൊണ്ടിരുന്ന, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും പ്രധാന പ്രശ്നം ശുദ്ധജല ക്ഷാമമാണ്. എല്ലാ വീടുകളിൽ നിന്നുള്ള അമ്മമാർ കിലോമീറ്ററുകൾ താണ്ടിയാണ് കുടങ്ങളിൽ ചെന്ന് വെള്ളം ശേഖരിക്കുന്ന ഒരു സ്ഥിതി വന്നത്.
നെയ്യാറ്റിൻകര നിയോജകമണ്ഡലത്തിൽ സാവ് കെ അൻസലൻ ജയിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് അവിടെ പോകുമ്പോൾ നമുക്ക് കിട്ടിയ നിവേദനങ്ങൾ പ്രധാനം കുടിവെള്ള ക്ഷാമമായിരുന്നു. പ്രത്യേകിച്ച് കാരോട്, കുളത്തൂർ, ചെങ്കൽ പഞ്ചായത്തുകൾ തമിഴ്നാടുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പഞ്ചായത്തുകൾ എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള ക്ഷാമമായിരുന്നു. ആ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി 2 പ്രധാനപ്പെട്ട പദ്ധതികൾ കിഫ്ബി വഴി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട്, കാരോട് കുടിവെള്ള പദ്ധതിയും അതേപോലെ തന്നെ തിരുവറം പഞ്ചായത്തിലെ അതിയന്നൂരും തിരുവറം പഞ്ചായത്തിലെയും കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ. ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുടിവെള്ള ക്ഷാമം ആ മേഖലയിൽ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഏകദേശം 200 കോടി രൂപയുടെ പദ്ധതികളാണ് നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ വിവിധങ്ങളായ പദ്ധതികളായി നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നെയ്യാറ്റിൻകര പട്ടണത്തിൽ പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പ്രവർത്തനം പൂർത്തിയായി. ഏകദേശം 1 മാസത്തിനകം നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. കാരോട് കുളത്തൂർ പഞ്ചായത്തുകളെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള കുടിവെള്ള പദ്ധതി, അതിയന്നൂർ പഞ്ചായത്തും തിരുവറം പഞ്ചായത്തിൻ്റെയും കുടിവെള്ള പദ്ധതികൾ, ഈ പദ്ധതികളെല്ലാം പ്രാവർത്തികമായിട്ടുണ്ട്. കിഫ്ബി വഴിയിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് നമ്മുടെ മണ്ഡലത്തിലുള്ള മുഴുവൻ സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി, അതിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കിഫ്ബി വഴി നമുക്ക് പെരുമ്പഴത്തൂർ സ്കൂള്, നെയ്യാറ്റിൻകര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള്, നെയ്യാറ്റിൻകര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെല്ലാം പുതിയ കെട്ടിടങ്ങൾ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ നമ്മുടെ മണ്ഡലത്തിലുള്ള ഇപ്പോൾ വെൺപകൽ ആശുപത്രിയിൽ പുതിയ കെട്ടിടം അനുവദിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര ആശുപത്രിയെ സംബന്ധിച്ച് പുതിയ പേ വാർഡുകൾ, അതേപോലെ തന്നെ ബ്ലഡ് ബാങ്കുകൾ, പുതിയ സ്കാനിങ് സെൻറ്റർ, രാജീവ് ഗാന്ധി ലാബുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിശോധനകളും ആ നിലയിൽ സാധാരണപ്പെട്ട ആളുകൾക്ക് സൗജന്യമായും സൗജന്യ നിരക്കിലും എല്ലാ സംവിധാനവും ഉണ്ടാക്കാൻ വേണ്ടി നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ തന്നെ ഒരേ സമയം 50 പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള ആശുപത്രി നെയ്യാറ്റിൻകര ആശുപത്രിയാണ്. അതിൽ BPL കാർഡിലുള്ളവർക്ക് 400 രൂപയാണ്. ഇപ്പോൾ വെളിയിൽ ചെന്നാൽ 2000 രൂപയും 3000 രൂപയും 4000 രൂപയും ഒക്കെ യഥേഷ്ടം വാങ്ങുന്നിടത്താണ് 300 രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനം നെയ്യാറ്റിൻകര ആശുപത്രിയിലാണ്. ഒരേ സമയം 50 പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടുന്ന ഒരു സാഹചര്യം ആശുപത്രിയിലുണ്ടായിട്ടുണ്ട്. ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ നഴ്സിംഗ് കോളേജ് ആരംഭിക്കുന്നതിന് വേണ്ടി ഏകദേശം 3.25 ഏക്കർ സ്ഥലമാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളത്. അവിടെ നഴ്സിംഗ് കോളേജ് ആരംഭിക്കാനുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വെൺപകൽ ആശുപത്രിയിൽ പുതിയ കെട്ടിടം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ആയുർവേദ ഹോമിയോ ആശുപത്രികളിൽ പുതിയ കെട്ടിടങ്ങൾ സ്ഥാപിക്കാനും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് ഈ കാലയളവിൽ വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ നെയ്യാറ്റിൻകരയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊഴിയൂർ കടലോര മേഖലയാണ്. ആ കടലോര മേഖലയിൽ അടിക്കടിക്ക് അവിടെയുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്നത് കടലാക്രമണമാണ്. ആ കടലാക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടി കടൽ ഭിത്തി നിർമ്മിക്കുന്നതിനും അവിടെ പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനും ആവശ്യമായ ഫണ്ട് കിഫ്ബി വഴി നമുക്ക് ലഭ്യമാകുന്ന നിലയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലെ മുഴുവൻ PWD റോഡുകളും BMC നിലവാരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആ നിലയിൽ നമ്മുടെ നെയ്യാറ്റിൻകരയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പേ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരമാവധി പൂർത്തീകരിക്കാൻ, അത് റോഡിൻ്റെ ആയാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആയാലും
ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളായാലും കുടിവെള്ള പദ്ധതികളായാലും നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര പമ്പാ നദിയുടെ തീരത്ത് ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന പത്തനംതിട്ട ജില്ലയുടെ ഹൃദയഭാഗത്തുള്ള ആറന്മുള നിയോജക മണ്ഡലത്തിലേക്കാണ്. വളരെ വിസ്തൃതമായ ഒരു പ്രദേശത്ത് അടിസ്ഥാന സൗകര്യ വികസനം മുതൽ വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, തൊഴിൽ തുടങ്ങിയ എല്ലാ മേഖലകളിലും കഴിഞ്ഞ 10 വർഷമായി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുകയാണ്. കിഫ്ബി പോലുള്ള പദ്ധതികളുടെ സഹായത്തോടെ നടത്തിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിപുലീകരിച്ച ആശുപത്രി സംവിധാനങ്ങളും മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തിളക്കം കൂട്ടുന്നവയാണ്. ആറന്മുളയുടെ കൂടുതൽ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾക്ക് കേൾക്കാം. പത്തനംതിട്ട നഗരവും ആറന്മുള മണ്ഡലവും ഇന്ന് കാണുന്ന വികസന നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ കിഫ്ബി പദ്ധതികളാണ് എന്ന് പറയുന്നതിന് രണ്ടാമത് ഒന്ന് ആലോചിക്കേണ്ടതായിട്ടില്ല. 10 വർഷക്കാലം ആറന്മുള നിയോജക മണ്ഡലത്തിൽ കേരളത്തിൻ്റെ വിവിധ മേഖലകൾ എന്നതുപോലെ തന്നെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഒരുപക്ഷെ ഒരു MLAയുടെ സാന്നിധ്യം 10 വർഷക്കാലത്തിനിടയിൽ KK നായർ സാറിന് ശേഷം പത്തനംതിട്ടയ്ക്ക് അനുഭവവേദ്യമാകുന്നത് ഈ കലയിലൂടെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒരു ബദൽ നിർദ്ദേശമെന്നുള്ള നിലയിൽ കിഫ്ബിയെ ഏറെ സജീവമാക്കി നിലനിർത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. ആറന്മുള മണ്ഡലത്തിലേക്ക് നാം എത്തിയാൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 10 വർഷക്കാലം മുൻപ് ആറന്മുള മണ്ഡലം, പത്തനംതിട്ട മണ്ഡലവും ആറന്മുള മണ്ഡലവും വെവ്വേറെ ആയിരുന്നപ്പോൾ KC രാജഗോപാൽ MLA ആയിരുന്ന കാലയളവിൽ ആറന്മുള മണ്ഡലത്തിന്റെ ചില മേഖലകളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് മാറ്റിവെച്ചാൽ ആ മണ്ഡലത്തിലെയും വികസനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വ്യക്തമായും ചർച്ച ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്നിപ്പോ നിലവിലെ ആറന്മുള മണ്ഡലത്തിലെ റോഡുകൾ, ഗതാഗത സൗകര്യം, അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ മേഖല, വ്യത്യസ്തമായ സാമ്പത്തിക രംഗത്ത് ഇടപെടാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിന്റെ എല്ലാം പിന്നിൽ കിഫ്ബി ഉണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയും. നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ആറന്മുള മണ്ഡലത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് പത്തനംതിട്ട. അത് ജില്ലയുടെ തലസ്ഥാന നഗരം കൂടിയാണ്. പത്തനംതിട്ട നഗരത്തിന്റെ ഒരു അവസ്ഥ മുൻപ് നമുക്കറിയാമായിരുന്നു. ഇവിടെ ഗതാഗത യോഗ്യമായ റോഡുകൾ ഉണ്ടായിരുന്നില്ല. കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഏറെ പരിതാപകരമായിരുന്നു സ്ഥിതി. 40 വർഷക്കാലത്തിന് മുൻപ് നഗരത്തിലെ ശുദ്ധജല വിതരണ പൈപ്പുകൾ, വിവിധ മേഖലകളിലേക്കുള്ള പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വിതരണത്തിൽ വലിയ നഷ്ടം സംഭവിക്കുന്ന അവസ്ഥയിൽ ആയിരുന്നു. നഗരത്തിലെ ജനറൽ ആശുപത്രി അത് ഇന്നത്തെ നിലയിലേക്ക് ഉയർന്നത് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിന് ഇടയിലാണ്. നമുക്കറിയാം, ജില്ലാ ആസ്ഥാനത്തിന്റെ ആവശ്യകതകൾ ആകെ നിറവേറ്റാൻ കഴിയുന്ന ഒരു ജനറൽ ആശുപത്രി ആയിരുന്നില്ല പത്തനംതിട്ടയുടെ.
ഒരു നെഞ്ചുവേദന വന്ന് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നാലും ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്നും ഒരു കാത്ത് ലാബ് കേരളത്തിലെ ചുരുക്കം പ്രദേശങ്ങളിൽ ആശുപത്രികളിൽ മാത്രമുണ്ടായിരുന്ന കാത്ത് ലാബ് യാഥാർത്ഥ്യമായത് ഈ 10 വർഷത്തിനിടയിലാണ്. ശ്രീമതി വീണ ജോർജ് MLA ആയി വന്നതിന് ശേഷമാണ് എന്നതുകൂടി നാം അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിലയിലേക്ക് പത്തനംതിട്ട ജനറൽ ആശുപത്രി ഉയരുകയാണ്. കിഫ്ബിയുടെ അടക്കം സഹായത്തോടുകൂടി മറ്റെല്ലാ വിഭവങ്ങളും സമാഹരിച്ചുകൊണ്ട് ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി തുടങ്ങിയിട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ ഏറെ മികവോടുകൂടി മുന്നോട്ട് പോവുകയാണ്. വളരെ വേഗതയിലാണ് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ കഴിയും. ജനറൽ ആശുപത്രി പത്തനംതിട്ടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നൽകാൻ കഴിയുന്ന നിലയിലേക്ക് പത്തനംതിട്ടയിൽ ആറന്മുളയിൽ ആരോഗ്യരംഗത്ത് വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കും. കിഫ്ബിയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം നടത്തുന്ന മറ്റൊരു ആശുപത്രിയാണ് ജില്ലാ ആശുപത്രി എന്നത് നാം കാണണം. പത്തനംതിട്ടയുടെ ആരോഗ്യ രംഗത്ത് മികവാർന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടായി ഈ കാലയളവിൽ. പത്തനംതിട്ട നഗരസഭയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തിയതാണ്. അർബൻ PHCയിലും അതോടൊപ്പം തന്നെ അതിന്റെ സാറ്റലൈറ്റ് സെന്ററുകളായി പ്രവർത്തിക്കുന്ന വിവിധ വെൽനസ് സെന്ററുകളും ജനങ്ങൾക്കേറെ പ്രയോജനകരമായി. അത് പത്തനംതിട്ട നഗരത്തിൽ മാത്രമല്ല, പത്തനംതിട്ട നഗരത്തിന്റെ സമീപത്തുള്ള പഞ്ചായത്തുകളിൽ നിന്ന് പോലും ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ രംഗത്തെ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ വിഷയങ്ങൾ അത് എത്രയും വേഗം അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന നിലയിൽ ഈ സ്ഥാപനങ്ങളെ ആശ്രയിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ടിട്ടുള്ള ഒരു നേട്ടമാണ്. നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ ജനറൽ ആശുപത്രിയിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു. ഒരുപക്ഷെ കോവിഡിന്റെ കാലയളവിൽ മനുഷ്യന്റെ ജീവൻ ചേർത്ത് പിടിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു ഭരണ സംവിധാനമായിരുന്നു പത്തനംതിട്ട നഗരസഭയുടേത്. MLAയുമായി സഹകരിച്ചുകൊണ്ട് തന്നെ പത്തനംതിട്ട നഗരത്തിൽ ജനറൽ ആശുപത്രിയിൽ ഉണ്ടാക്കിയ ഓക്സിജൻ പ്ലാന്റ് പ്രതിമാസം 30 ലക്ഷം രൂപ മുതൽ 35 ലക്ഷം രൂപ വരെ സ്വകാര്യ ഏജൻസികളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആ സാഹചര്യത്തെ മാറ്റാനായി കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഓക്സിജൻ സർപ്ലസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമായി നമ്മുടെ ജനറൽ ആശുപത്രിയെ മാറ്റിയെടുക്കാനും കഴിഞ്ഞു. സാധാരണക്കാർക്ക് വലിയ ആശ്രയമായിരുന്നു പേവാർഡ്. ആ പേവാർഡിന്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. എന്നാൽ ആ പേവാർഡിനെ ഏറ്റവും മനോഹരമാക്കി മാറ്റിയെടുക്കാൻ സാധാരണക്കാർക്ക് ആശ്രയിക്കുന്ന നിലയിലേക്ക് ആധുനിക സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി അത് സജ്ജീകരിക്കാൻ പത്തനംതിട്ട നഗരസഭയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഫിനാൻസ് കമ്മീഷന്റെ 15ാം ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ്, ഹെൽത്ത് ഗ്രാന്റ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ആറന്മുള മണ്ഡലത്തിൽ ഒരു അർബൻ സെന്റർ എന്നുള്ള നിലയിൽ പത്തനംതിട്ട നഗരസഭ ഏക നഗരസഭയാണ്. ഈ ആറന്മുള മണ്ഡലത്തിലെ ഒരേ ഒരു അർബൻ ലോക്കൽ ബോഡി ആയിരുന്നു പത്തനംതിട്ട നഗരസഭ എന്നുള്ളത് കൊണ്ട് തന്നെ അർബൻ ലോക്കൽ ബോഡികൾക്ക് അനുവദിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ആ മേഖലയിൽ വളരെ എണ്ണം പറഞ്ഞ നേട്ടങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടൗൺ സ്ക്വയർ ജംഗ്ഷനിലെ മേൽപ്പാലം, ആ മേൽപ്പാലം പത്തനംതിട്ടയുടെ ഒരു മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്നതാണ്. ഏറെ വിമർശനങ്ങളെല്ലാം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു എങ്കിലും ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാടുകളാണ് പ്രധാനമായിട്ടുമുള്ളത്. നാളെ എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് വർഷങ്ങൾക്ക് മുന്നോട്ട് വർഷങ്ങളെ കാണാൻ കഴിയുകയും ആ വർഷങ്ങൾക്കു ശേഷം പത്തനംതിട്ടയുടെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അധികം ഗതാഗതം ഉണ്ടാകാൻ പോകുന്ന, ഏറെ തിരക്കുള്ള ഒരു പ്രദേശത്തെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്ന വളരെ ഭാവനാപൂർണമായ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അതും അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട നഗരത്തിന്റെ മുഖച്ഛായയിലേക്ക് ഈ പത്തനംതിട്ട നഗരത്തെ മാറ്റിയെടുക്കുന്നതിൽ ആ മേൽപ്പാലത്തിന്റെ നിർമ്മാണവും അതിന്റെ സാക്ഷാത്കാരവുമെല്ലാം ഏറെ പ്രയോജനകരമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
അധികം പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് വിശ്രമ വിനോദ ഉപാധികളായി മാറാൻ കഴിയുന്ന ഒരു ഹബ്ബായി ഈ മേൽപ്പാലം കൂടി ഉണ്ടാകുമ്പോൾ അത് മാറുകയാണ്. അതിന്റെ അപ്രോച്ച് റോഡും മേൽപ്പാലത്തിന്റെ മറ്റു ഭാഗങ്ങളും എല്ലാം, അതിന് അണ്ടർഗ്രൗണ്ട് പ്രദേശങ്ങൾ എല്ലാം ഏറെ മനോഹരമായ നിലയിൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. പത്തനംതിട്ട ജില്ലയുടെ ഒരു മുഖമുദ്രയായി തന്നെ ടൗൺ സ്ക്വയർ മാറി. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക്, സാമൂഹിക സംഘടനകൾക്ക്, മറ്റ് പരിപാടികൾ നടത്തുന്നതിന് പത്തനംതിട്ട ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു ഇടം ഉണ്ടായിരുന്നില്ല എന്നുള്ള ആ പ്രശ്നത്തിന് പരിഹാരം നൽകുകയായിരുന്നു പത്തനംതിട്ടയിലെ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എന്നതും ഏറെ സന്തോഷകരമായി ഓർത്തെടുക്കുകയാണ്. അതിനോട് ചേർന്നാണ് നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ്. ആ പുതിയ ബസ് സ്റ്റാൻഡും ഒരു ബസ് സ്റ്റാൻഡ് എന്നതിന് അപ്പുറത്തേക്ക് ചില പ്രത്യേക അല്ലെങ്കിൽ ഒരു പുതിയ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുകയും അത് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ബസ് കയറുന്നതിനും ഇറങ്ങുന്നതിനും ഉള്ള ഒരു ഇടം മാത്രമാണ് ബസ് സ്റ്റാൻഡ് എന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോയി ജനങ്ങളുടെ വിനോദ വിശ്രാമ ഉപാധികളും കൂടി ചേർത്തിണക്കിക്കൊണ്ടായിരിക്കണം ഒരു ബസ് സ്റ്റാൻഡിന്റെ കൺസെപ്റ്റ് രൂപപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു വലിയ ആശയമാണ് നഗരസഭാ ഭരണസമിതി മുന്നോട്ട് വെച്ചത്. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.